വരാന്ന് പറഞ്ഞ പയ്യനാണ്. ഇതില് മെയിൻ ഓട്ടക്കാരനെന്ന് പറയുന്നത് ഇവൻ തന്നെടി. ഇവൻ സെക്രട്ടേറിയറ്റ് തൊടുന്നാണ് പറഞ്ഞത്. എന്റെ അമ്മോ, മെഡിക്കൽ എമർജൻസി. ഹരി ബാക്കിലുണ്ട്. ഹരി അത് മാതപിത്തം. ആദ്യം ചെരുപ്പ് കൂടി അറിഞ്ഞില്ല. ചെരുപ്പൊക്കെ ഞാൻ നഗ്നവാദന ജോഡെന്ന് പറഞ്ഞ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വ്ലോഗ്. ഇന്ന് പ്രത്യേകിച്ച് പരിപാടി എന്ന് പറഞ്ഞാൽ ഇന്ന് ഓടാൻ പോവുകയാണ്. ഇന്ന് പെട്ടെന്ന് തീരുമാനിച്ച ഒരു കാര്യങ്ങളാണ്. ഇന്ന് ഗ്രൗണ്ടിൽ വെച്ച് തീരുമാനിച്ചു, പിന്നെ രാത്രി ഓടാന്ന് കരുതി. പിന്നെ അതിൻ്റെ ഒരു വ്ളോഗാണ്. എങ്ങനെ എന്ന് പറഞ്ഞാൽ ഇന്ന് 2-3 വരാമെന്ന് പറഞ്ഞ്, പിന്നെ ഏറ്റവും ലാസ്റ്റ് ആയപ്പോൾ പയ്യ അങ്ങ് മുങ്ങി. അയ്യോ എനിക്ക് വയ്യ, പനി, കാലുവേദന അങ്ങനെയൊക്കെ പറഞ്ഞ് മുങ്ങി. ഇനി ഒരു 5 പേരുണ്ട് നമ്മൾ ഓടാൻ വേണ്ടി. ഇനി അങ്ങോട്ട് പോവാം. അവിടുത്തെ കാര്യങ്ങളായിട്ട് നമുക്ക് അങ്ങോട്ട് ഇന്ന് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ഇത്രയും പേരാണ് ഓടാൻ പോകുന്നത്. ജിമ്മിൽ പോയിട്ട് ഒരു പയ്യൻ വരുന്നുണ്ട്. ഇവ സെക്രട്ടേറിയറ്റ് ഓട് വരെ എന്നാണ് പറയണത്. ഇന്ന് പോക്കിയല്ലേ ചന്തോടെ ജിമ്മിൽ പോയിട്ടൊക്കെ വന്നിട്ട്. എനിക്ക് ഷൂ ഇല്ല, എല്ലാരും ഷൂ. ഞാൻ മറ്റേ വണ്ടിയിൽ ഫ്രണ്ടിൽ ഇവൻ പാസ് ലിഫ്റ്റ് കൊടുക്കും. പയ്യനാണ് ഇത്, വരാന്ന് പറഞ്ഞ പയ്യനാണ്. വീട്ടിൽ പോണേ ഓണമ്പോ വിളിച്ചാൽ അവിടെ കാണുന്നു. മരിച്ചിനി വാങ്ങിച്ചോണ്ട് പോകണം. മരിച്ചിനി 10 വയസ്സ് എനിക്ക് മനസ്സിലാവും. നീ എന്തിനാ വന്നത്? അമ്പാടിയാണ് ഷൂ ഒക്കെ ഇട്ട് സെറ്റായി മെയിൻ ആവാനുള്ള പരിപാടിയാണ്. ഇവിടെന്ന് വലിയ കെട്ടിപ്പിലൊക്കെയാണ് വന്നിരിക്കുന്നത്. നീ ഓടും ഏതുവരെ പോകും? പാലക്കാട് വരെ പോകും. ശരി, നമുക്കൊന്നേ പറയാനുള്ളൂ, നമ്മൾ അറ്റ്ലീസ്റ്റ് ഓടാൻ ശ്രമിക്കുകയും ചെയ്തു. ഇത് ചിലവരെ പോലെ പഴിഞ്ഞു തിന്ന് വീട്ടിൽ നമ്മൾ 6 മണിക്ക് ഓട്ടോ ഉണ്ട്. ഓടാൻ പോയാണ് ഇവിടെന്ന്. മാമ്പ് എല്ലാരും മാമ്പ് അച്ഛൻ എന്താ പറഞ്ഞേ? ഓക്കെ തന്നെ. ഞാൻ 5 കാലം വരെ തന്നെ. ഞാൻ 5 കാലം വരെ ഞാൻ പല സൊസൈറ്റി വരെ. ഇവന് എന്റെ കൂടെ ഉണ്ണിക്കുട്ടനും കൂടെ ഉണ്ട്. കുഞ്ഞിക്കാലിൽ വെച്ച് ഇതില് മെയിൻ ഓട്ടക്കാരനെന്ന് പറയുന്നത് ഇവൻ തന്നെടി. ഇവൻ സെക്രട്ടേറിയറ്റ് തൊടുന്നാണ് പറഞ്ഞത്. എന്റെ അമ്മോ, എന്താ അയ്യോ വണ്ടിയിൽ വരാന്നാണ് പറയണത്. യാതൊരു പോകുന്നോ കുറെ ദിവസമായി ഓടിയിട്ട്. നമ്മൾ അരവിന്ദന്റെ വീട് വരെ എത്തി. അരവിന്ദൻ പറഞ്ഞ് നമ്മളെ കൊണ്ട് ഒന്നിനും ഓടാൻ പറ്റൂലെന്നാണ് പറഞ്ഞത്. അരവിന്ദൻ വിളിച്ച് രണ്ട് താളം വിട്ടിട്ട് ഓരോരുത്തന്മാര് വെള്ളം കേക്കണ്. അരവിന്ദൻ വിളിച്ചെടുക്കാത്ത നമ്മള് വീഡിയോ എടുത്തിട്ട് പോവാണ്. അങ്ങ് നടക്കാം. നീ ഇല്ലല്ലോ. ട്രിവാൻഡ്രം മ്യൂസിയം വരെ, കനകക്കുന്ന്, തമ്പാനൂർ, ഫുൾ സിറ്റി വൈബ്. ഒരാള് വന്നിട്ട് ജോഗിങ് എവിടെ പോണേ നമ്മള് പറഞ്ഞ് ജോഗിങ് എന്ന്. മെഡിക്കൽ എമർജൻസി. ഹരി ബാക്കിലുണ്ട്. ഹരി അത്
ലഡു വാദം വാദം പിത്തം മസിൽ ഇളക്കം, മസിൽ പിടുത്തം, മസിൽ കയറ്റം എല്ലാത്തിനും കണ്ടാലേ മസിൽ നിന്നെ ഇത് എങ്കിലും കിച്ചുവിനോട് ചാടി ചാടി നിക്കണേ ഏതൊരു എത്തും എന്തായി കിളി ഇവൻ പാളയത് തൊട്ടിട്ട് വരും കേട്ടാ. പാളയം നമുക്ക് സെക്രട്ടറി നമ്മുടെ ലക്ഷ്യം. സെക്രട്ടറി ഇപ്പൊ പുതിയ സ്ഥലം പാളയത്ത് നല്ല ആളായത്. 5 റൗണ്ടാണ്. NCC കേഡറ്റാണ് ഇത്. എവിടെ എത്തുന്ന പോലും അറിഞ്ഞൂടാ. അമ്പൂ അതാ ഒരുത്തനും പോണു, വേറൊരുത്തനും പോണു. ചാടി ചാടി നിക്കണേ ഇത്. ഏയ് വണ്ടി ബാക്കിൽ നിന്ന് വണ്ടി പറഞ്ഞോണ്ട് എന്റെ അമ്പൂ. ഓടി തുടങ്ങി കിച്ചു സച്ചു ഓടി തുടങ്ങി. അപ്പൊ ചാർജ് ആവും അവ കഴിച്ചു കൂട്ടിയേ ചാർജ് ആയി ഓടാനുള്ള പ്ലാനാണ്. മെഡിക്കൽ അസിസ്റ്റന്റ് വാദം, പിത്തം, തളർവ്, അരി ആറാട്ടുകുഴി. അങ്ങനെ ഓടാൻ തുടങ്ങി. എല്ലാരും അവരവരെ സ്ഥലമൊക്കെ പിടിച്ചിട്ടുണ്ട്. റെസ്റ്റ് അവിടെ ഇതുവരെ നടന്നപ്പോ റെസ്റ്റായി. ഇനി ഏതുവരെ നടക്കുമെന്ന് അറിഞ്ഞൂടാ, ഓടുമെന്ന് അറിഞ്ഞൂടാ. ആളൊന്ന് അങ്ങനെ ഓടാൻ പോയാണ് ഗൈസ്. ഏതൊരു ഓടുമെന്ന് അറിഞ്ഞൂടാ. നമ്മളങ്ങനെ അമ്പാടി അയ്യാ കിച്ചു അവിടെ നിന്ന് പോയി. ഇതോ പോണ് ഇവന്നുണ്ടെ ഓട്ടക്കാരെ. കിച്ചു നിന്ന് ഫസ്റ്റ് സെക്കൻഡ് സച്ചു, തേർഡ് എന്റെ അമ്മ ശ്രീ കളന്നു. അമ്പാടി പറയുന്നുണ്ട് ഇനി അവിടെ ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ട്, അവിടെ പോയി നിൽക്കാം. അയ്യോ സംസാരിക്കാൻ വയ്യ. ഇപ്പൊ വന്നില്ല ഒരു ഭയം മാത്രമില്ല ഉണ്ണി. പാതയായപ്പം എന്റെ തൊണ്ടയിൽ എന്തോ ചെരുപ്പൊക്കെ എടുത്ത ദൂരെ ഇത് 5 മിനിറ്റ് തൊട്ടായിരുന്നു ഓട്ടം. 5 മിനിറ്റ് 2 മിനിറ്റ്. ഞാൻ മെയിൻ ഓട്ടക്കാരാണെന്ന് വിചാരിച്ചത്. 1 കിലോമീറ്റർ 5 മിനിറ്റ്. ശരിയാണ്. 1 കിലോമീറ്റർ ഫസ്റ്റ് ഓട്ടോല്ലേ ഇങ്ങനെ പയ്യ ഓടിയാൽ ഞാൻ അതുവരെ ഓടുന്നു. അപ്പൊ മറ്റേ അപ്പൊ അവയുടെ പയ്യ പാട്ടൊക്കെ അടിച്ചില്ലായിട്ട് വരണല്ലോ ഒരു പയ്യെ ബാക്കിന്ന്. അയ്യോ ട്രെയിനോ ഞാൻ പാതിയാപ്പം ചെരുപ്പൊക്കെ ഊരി എറിഞ്ഞിട്ട് ഓടി. അവിടെ ഉണ്ടാകുന്നോ ചെരുപ്പ്? ഞാനായിരുന്നെങ്കിൽ വളരെ പേര് തിരിച്ചു വന്നേ. ഇവരൊക്കെ അതുവരെ തന്നെ ഞാൻ പറഞ്ഞത് ഇതുവരെയാണ്. ആദ്യം ചെരുപ്പൊക്കെ ഊരി എറിഞ്ഞില്ല. ചെരുപ്പൊക്കെ ഞാൻ നഗ്നവാദന ജോഡെന്ന് പറഞ്ഞ എന്റെ അമ്പോ. മെഡിക്കൽ എമർജൻസി ഒന്നുമില്ല, സേഫാണ്. ഇനി അവനെ നോക്കിയാൽ എല്ലാരും സേഫാണ്. എല്ലാം ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? തിരിച്ച് ഓടണ്ട. ഓടാൻ പോണെങ്കി തിരിച്ചു ഓടാൻ പോണെന്ന് ഞാൻ ഓക്കെ അല്ല. നമ്മൾ കാത്തിരുന്നപ്പോ എന്താ വരികയാണ്. മന്ദം നടന്ന് ദൂരതയിലൊരു നടത്തം. ഇനി വന്നിട്ട് പോവാ. വേർത്താടാ കൊണ്ടൊരു ഓടി
അത് കഴിഞ്ഞ് ഞാൻ പടമായി ഓടി. ഫസ്റ്റ് ഡേ അല്ലേ സെറ്റാക്കാം. ഫസ്റ്റ് ഡേ ഇത്ര മതി. ഇനി ആരൊക്കെ കാണുമെന്ന് അറിഞ്ഞൂടാ. ഫസ്റ്റ് ഡേ ഇനി 4 കൊഴിഞ്ഞു തുടങ്ങും. 1, 2, 3. ചിലപ്പോ ആരും കാണൂല. തിരിച്ചിനി വീട്ടിലോട്ട് പോവാം. അമ്പാടിയുണ്ട്, കിച്ചുണ്ട്. അങ്ങനെ നമ്മൾ മിഷൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്, ഓടി തീർത്തിട്ടുണ്ട്. ഇനി നാളെ ആരൊക്കെ കാണുമെന്ന് അറിഞ്ഞൂടാ. എങ്കിലും നാളത്തെ വ്ളോഗ് നാളെ വരുന്നതായിരിക്കും. ഓടിയാൽ ഉണ്ണിയെ കടയിൽ നിന്ന് മാം വരെ അളന്നുണ്ട്. നീ അങ്ങോട്ട് ഓർമ്മണ്ട് ഇങ്ങോട്ട് അങ്ങോട്ട് നടക്കണണ്ട് ഇങ്ങോട്ട് നടക്കണത്. എന്തൊക്കെ കേൾക്കണം. അമ്പാടി ഇത് ഓടി തുടങ്ങി. അമ്പാടി ഓടി. നീ ഓടുന്നുണ്ടോ? ആ, അവനും ഓടി. ഇതിൽ ആരൊക്കെ ഓടുന്നുണ്ട്? ആ, അടുത്ത് ഓടാതിരിക്കാം. ആ ശരി, ആ ഓടി കഴിഞ്ഞു. നമുക്ക് നടക്കാം. അത്ര തന്നെ. അങ്ങോട്ട് ഓടിയാൽ മതി. ഇന്നത്തേക്കുള്ളേ. ആ, പിന്നെ ഞാനും എല്ലാരും ഉണ്ട് കേട്ടാ. ചുമ്മാ ഒറ്റ കേക്കണേ. അവർ രണ്ടുപേരും ഓടച്ചു. അവർക്കാണ് ആർമി. എന്തായാലും കുറച്ചും കൂടിയേ ഉള്ളൂ. കിച്ചു അല്ലേ ഇത്? കിച്ചു എന്ന് പറയുന്നത് ഇവന്റെ അനിയനാണ്, ചേട്ടനാണ്. നമുക്ക് ആർമിയിലൊന്നും കയറണ്ട. ആർമി ബോയ്സ് ആണെന്നോ ഓടണം. നിർബന്ധമില്ല. ഓടാൻ പോണോ? ആള് രണ്ട്. നിനക്ക് എന്തിനു ഓടണം എന്തോ? നിനക്ക് ആർമി കിട്ടിയല്ലടാ. ഇതുവരെ ഓടിയേ? ഞാൻ ഇതുവരെ ഓടി. 9:40 ഞാൻ ഇവിടെ എത്തി. നീ എനിക്ക് നിന്നെ അറിഞ്ഞ നീ അതോടി. ഇനി അവിടെ പോയിട്ട് പുഷപ്പ് ചാലഞ്ച്. ഓക്കെ പുഷപ്പ് ചാലഞ്ച്. അയ്യോ ഇത്രയും ഞാൻ ചേട്ടൻ നോക്കാം. പുഷപ്പ് ചാലോ 2 എടുത്താലും മതി. നീ നോക്കണ എന്തൊരു പറ്റും. ചേട്ടൻ കണ്ടുപിടി. അവൻ ഓക്കെയാണ്. നീ ഓക്കെയാണോ? അവ ഓക്കെയാണ്. അത്രയാണ് സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ. അതാണ് അല്ലെ ഇവന്മാരെ പോലെ നീ അയച്ചു കൂട്ടി വന്നല്ല. ഫോൺ എന്റെ കയ്യിലില്ല ഇരുന്നോ. എങ്കിലും നീ അയച്ചു കൂട്ടിയില്ല, അത് കുഴപ്പമില്ല. പോവാം. സച്ചു ആർമി ഫാനാണ്. ആർമിയിലൊക്കെ കിട്ടിയിട്ടുണ്ട്, മേജർ കേണൽ പദവിയൊക്കെ. ഇപ്പോഴൊന്നും ഇല്ലടാ. നീ മുഖം ഒന്നും മറക്കണ്ടടാ. അമ്പാടി കുറിച്ച് പറയുകയാണെങ്കിൽ അമ്പാടി NCC-ലൊക്കെ ഉണ്ട്. NCC-ല് വലിയ ഓട്ടക്കാരനാണ്. 10-20 കിലോമീറ്ററൊക്കെയാണ് ഓടണത്. പുട്ട് പോലെ ഓടും. വയസ്സായെന്ന്. എത്ര വയസ്സുണ്ടോ നിനക്ക്? 17 വരെ തികച്ചായില്ല. ഓ രാത്രിയൊക്കെ ഇത് പതിവാണ്. ഇങ്ങനെ ബൈക്ക് ശുക്കനെയും പോകും. ഇനി അങ്ങോട്ട് പോയിട്ട് ഇനി ക്ലബിൽ പോയിട്ടാവാം. അടുത്തിനി പുഷപ്പ് ചലഞ്ചാണ്. ഒരാളില്ല. അടുത്ത് ഒരാളില്ല. ഇന്നലെ ഫുട്ബോൾ കളിച്ച് വീണതാണ് കൈ. ഇല്ലെങ്കിൽ അവിടെ റോഡ് ഭയങ്കര താളം. ഞാൻ അടിക്കാന്ന്. എല്ലാരും വെള്ളം കുടിക്കുകയാണ്. എനിക്കൊന്നും അറിയാം കുറച്ചോളം. എനിക്ക് കിടന്നും കുടിക്കുന്നു. കുടിക്കാനുള്ള തന്നെ അതുകൊണ്ട് ടാങ്ക് താളം വിട്ടിട്ട് ഒരു ചെക്കൻ കുടിച്ചിട്ടാണ് വീണ്ടും എടുത്തത്. ആടാ വെള്ളം കുടിക്കാം. സന്തോഷം. അടുത്ത്
പുഷപ്പ് ചലഞ്ച്. ഗൈസ് അങ്ങനെ നമ്മൾ ഓടി വന്നിട്ടുണ്ട്. ആരും പുഷപ്പ് ചലഞ്ച് ഒന്നും എടുക്കില്ലെന്നാണ് പറയണത്. പിന്നെ അതിനുള്ള ഇതില്ല. ഇവൻ മാത്രമേ ഓക്കെ ആയിട്ടുള്ളൂ, ബാക്കി ആരും ഓക്കെ അല്ല. പിന്നെ ഇനി നാളത്തേക്ക് ആക്കാം. നാളെ ആരൊക്കെ കാണുമെന്ന് അറിഞ്ഞൂടാ. എങ്കിലും അപ്പം വേറൊന്നുമില്ലല്ലോ. നാളെ മാരത്തോൺ അപ്പം വേറൊന്നുമില്ലല്ലോ. അപ്പം വേറൊന്നുമില്ല. വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.